ഇഗ്നൈറ്റിംഗ് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആധുനിക ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? ഉത്തരം വില്യം ബെൻറ്റിക് പ്രഭു. സതി നിരോധനത്തിന് ബെൻറ്റിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച ഇന്ത്യൻ നവോത്ഥാന നായകൻ ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം രൂപീകരിച്ചതാര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാര്? രാജാറാം മോഹൻ റോയ്. ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? ഉത്തരം വില്യം ബെൻറ്റിക് പ്രഭു. സതി നിരോധനത്തിന് ബെൻറ്റിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച ഇന്ത്യൻ നവോത്ഥാന നായകനാര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം രൂപീകരിച്ചതാര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയും എതിർക്കാൻ ആര്യസമാജം എന്ന സംഘടന രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിന് വാദിച്ച നവോത്ഥാന നായകൻ ജ്യോതിറാവു ഫുലെ. സത്യശോധക് സമാജം രൂപീകരിച്ചത് ജ്യോതിറാവു ഫുലെ. ഒന്നുകൂടി വായിക്കാം. ബ്രഹ്മസമാജം രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെയും വിഗ്രഹ ആരാധനയും എതിർക്കാൻ ആര്യസമാജം എന്ന സംഘടന രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിന് വാദിച്ച നവോത്ഥാന നായകൻ ജ്യോതിറാവു ഫുലെ. സത്യശോധക് സമാജ് രൂപീകരിച്ചത് ജ്യോതിറാവു ഫുലെ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ, ശാരദാ സദൻ എന്നിവ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി. മുഹമ്മദ് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ്, പിൽക്കാലത്തത് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറി. ഈ മുഹമ്മദ് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചതാര്? ഉത്തരം സർ സെയ്ദ് അഹമ്മദ് ഖാൻ. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു ആരുടെ വാക്കുകളാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ ആരുടെ വാക്കുകളാണ്? വിവേകാനന്ദൻ. ഒന്നുകൂടി പറയാം. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിന് വാദിച്ച നവോത്ഥാന നായകനാണ് ജ്യോതിറാവു ഫുലെ. സത്യശോധക് സമാജ് രൂപീകരിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ, ശാരദാ സദൻ എന്നിവ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി. മുഹമ്മദ് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ്, പിൽക്കാലത്തത് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറി. സ്ഥാപിച്ചതാരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു ആരുടെ വാക്കുകളാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ ആരുടെ വാക്കുകളാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാര്? സ്വാമി വിവേകാനന്ദൻ. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുക്കുന്ന നവോത്ഥാന നായകനാര്? സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷമെന്ന് 1885 ഡിസംബർ 28-നാണ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത നവോത്ഥാന നായകനാണ് സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. മഹത്തായ രണ്ടു വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഈ വാക്കുകൾ സ്വാമി വിവേകാനന്ദൻ്റെതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷനാര്? ഉത്തരം WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72 ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണത്തിന് മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരനാണ് A.O. ഹ്യൂം. ഒന്നുകൂടി പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷൻ WC ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72 ആണ്. INC രൂപീകരണത്തിന് മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരനാണ് A.O. ഹ്യൂം. ഇന്ത്യയുടെ ഭരണ സംവിധാനം കുറേ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ആരുടെ വാക്കുകളാണ്? WC ബാനർജിയുടെ വാക്കുകളാണിത്. മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് എന്നാണ്? 1885 മുതൽ 1905 വരെയാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. മിതവാദികളായ ദേശീയ നേതാക്കൾ ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, ഗോഖലെ, ബദറുദ്ദീൻ ദിയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവരാണ് മിതവാദികളായ ദേശീയ നേതാക്കൾ. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചതാര്? ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം റിസ്ലെ. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ് 1905. ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത നവോത്ഥാന നായകനാണ് സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28. INCയുടെ ആദ്യ അധ്യക്ഷൻ WC ബാനർജി. INCയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72. INC രൂപീകരണത്തിന് മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരൻ A.O. ഹ്യൂം. ഇന്ത്യയുടെ ഭരണ സംവിധാനം കുറേ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ആരുടെ വാക്കുകളാണ്? WC ബാനർജി. മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1885 മുതൽ 1905 വരെയാണ്. മിതവാദ ദേശീയ നേതാക്കളാണ് ദാദാഭായ് നവറോജി, ഗോഖലെ, ബദറുദ്ദീൻ ദിയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവർ. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജിയാണ്. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി റിസ്ലെയാണ്. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ് 1905. ഇന്ത്യയിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടം തുടങ്ങുന്നത് 1905 ബംഗാൾ വിഭജനത്തെ തുടർന്നാണ്. തീവ്ര ദേശീയതയുടെ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച വർഷം 1906. INCയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മിതവാദികൾ തീവ്രവാദികൾ തമ്മിൽ പിളർപ്പുണ്ടായ വർഷമാണ് 1907. ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ ആണ് ബാലഗംഗാധര തിലകനും ആനി ബസന്റും. ഐറിഷ് വനിതയായ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് 1893. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് 1916. മിതവാദികൾ തീവ്രവാദികൾ യോജിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. ഇന്ത്യയിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടം തുടങ്ങുന്നത് 1905 ബംഗാൾ വിഭജനത്തെ തുടർന്നാണ്. തീവ്ര ദേശീയതയുടെ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക് എന്നിവരാണ്.
സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച വർഷം 1906 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ തീവ്രവാദികൾ ഇവർ തമ്മിൽ പിളർപ്പുണ്ടായ വർഷം 1907 ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരാണ് ബാലഗംഗാധര തിലകും ആനി ബസന്റും. ഐറിഷ് വനിതയായ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് 1893 ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് 1916. മിതവാദികൾ തീവ്രവാദികൾ യോജിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം.